നടൻ ദിലീപ് വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വളരെ സുസ്മൻഡവതനായി വോട്ട് ചെയ്ത് വിരലടയാളമൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. താങ്ക് യു ദിലീപ്. ഇനി നമുക്ക് അലക്സ് റാം മുഹമ്മദിലേക്ക്. പറയൂ അലക്സ് റാം. അലക്സ്, അവിടെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയോ? ഇല്ല, അലക്സ് നമ്മള് മൈൻഡ് ചെയ്യുന്നില്ല. അലക്സ് ഈയിടെയായിട്ട് നമ്മൾ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. അലക്സിന്റെ മുഖസൗന്ദര്യത്തിൽ മാത്രമല്ല വേർത്ത് കുളിച്ച് നിൽക്കുക. അലക്സ് റാം മുഹമ്മദ് പറയൂ. ലഭിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അല്പം മുമ്പാണ് എസ്കേൻ ഭയങ്കര ചൂടാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു 37 ഡിഗ്രിക്കൊക്കെ മുകളിലേക്ക് ചൂട് തിരുവനന്തപുരത്തുണ്ട്. ആ ചൂടിൽ ഇങ്ങനെ ചുട്ടുപൊള്ളുന്നുണ്ട്. എസ്കേൻ, ഒരു പ്രശ്നമുണ്ടായത് ഈ ചാക്ക ഗവൺമെൻറ് UPS അവിടെ വോട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു ഭിന്നശേഷിക്കാരൻ. ചാക്ക സ്വദേശിയായ റോബിദാസാണ് വോട്ട് ചെയ്യാൻ എത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് ഈ മുകളിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് അധികൃതർ തയ്യാറായില്ല. തുടർന്ന് അദ്ദേഹം വോട്ട് ചെയ്യാതെ പ്രതിഷേധിച്ച് മടങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം ഒരു മുച്ചക്ര വാഹനത്തിലാണ് അവിടെ എത്തിയത് പോലും. അദ്ദേഹത്തിന് കാല് സുഖമില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് നടക്കാനാകില്ല, സ്വന്തമായി മുകളിലേക്ക് പോകാനാകില്ല. ഇവിടെ 18-ാം നമ്പർ ബൂത്തിലായിരുന്നു അദ്ദേഹത്തിന് വോട്ട്. അത് മുകളിലത്തെ നിലയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോലീസുകാരോട് പറഞ്ഞെങ്കിലും അദ്ദേഹത്തെ മുകളിലേക്ക് കൊണ്ടുപോകാൻ അവർ തയ്യാറാകാത്തതിനെ തുടർന്ന് അദ്ദേഹം പ്രതിഷേധിച്ച് പുറത്തേക്ക് പോയത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പുറത്തെത്തിയപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഇടപെടുകയും തുടർന്ന് അദ്ദേഹത്തെ ഈ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയുമാണ് ചെയ്തത്. ഇപ്പോൾ അധികൃതർ അദ്ദേഹത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം മുകളിലേക്ക് വോട്ട് ചെയ്യാനായി പോയിട്ടുണ്ട്. ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും ഏതാണ്ട് 6 ബൂത്തുകൾ ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ പോളിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ വലിയ ആളുകളുടെ നീണ്ട ക്യൂ ഉണ്ട്. പ്രത്യേകിച്ച് പ്രായമായവർ, വയോധികർ, സ്ത്രീകൾ ഒക്കെ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ LDF സ്ഥാനാർത്ഥി, തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ, നമുക്കറിയാം അദ്ദേഹം കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ പ്രദേശത്താണ് വോട്ട് ചെയ്തത്. അദ്ദേഹം അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകത്ത് അദ്ദേഹം ഈ സ്കൂളിലേക്ക് എത്തി ഈ ബൂത്തുകളിൽ സന്ദർശനം നടത്തും എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. നമ്മൾ പന്ന്യൻ രവീന്ദ്രനെ കാത്താണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ നിൽക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും വോട്ടർമാരുടെ വലിയ ക്യൂ ഇവിടെയുണ്ട്. രാവിലെ മുതൽ തന്നെ എത്തിയ വോട്ടർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ക്യൂ ഉണ്ടോ? ഭയങ്കര തിരക്കാണ് ഇവിടെ. വെയിലത്ത് ചൂടും അടിച്ച് നിൽക്കുകയാണ്. ഒന്ന് പെട്ടെന്ന് സംവിധാനം അതിനുള്ള സൗകര്യമൊന്നും ഒരുക്കിയിട്ടില്ല. ഇവർ പറഞ്ഞത് ഈ പുറത്ത് ഈ ചൂടായതുകൊണ്ട് പന്തലൊക്കെ ഒരുക്കുന്നു പറഞ്ഞു. ഒന്നുമില്ല. അതിന്റെ വെയിലത്ത് നമ്മൾ നിൽക്കില്ലേ. ഭയങ്കര ചൂടാണ്, തിരക്കുണ്ട്. നല്ല കുറച്ചധികം നേരമായി. കുറേ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 3/4 മണിക്കൂറായി വന്നിട്ടാണ്. എസ്കേൻ, അത്തരത്തിൽ ആളുകൾക്ക് അങ്ങനെ ഒരു പരാതിയുണ്ട്. അതായത് ഈ പന്തലുകൾ ഈ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരം പന്തലുകളൊക്കെ ഈ ബൂത്തുകൾ ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഒരുപാട് നേരമായി ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അത് കാത്തു നിൽക്കുന്നുണ്ട് ക്യൂവിൽ. എന്താണെങ്കിലും തിരുവനന്തപുരത്ത് വോട്ടിംഗ് ശതമാനം നമ്മൾ നേരത്തെ കണ്ടതാണ്. വലിയ തോതിൽ രാവിലെ സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് കാണാത്തൊരു സ്വഭാവമാണ് ഈ രാവിലെ ഇത്ര അധികം വോട്ട് തിരുവനന്തപുരത്ത് പോൾ ചെയ്യുന്നത്. എന്താണെങ്കിലും അത് ആർക്ക് അനുകൂലമാകുമെന്ന് കണ്ടറിയാം. ആളുകൾ ഇവിടെ മലപ്പുറത്തേക്കാണ് ഷഹദ് റഹ്മാൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷഹദ്, പറയൂ, മലപ്പുറത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പറയൂ. എസ്കേൻ, അലക്സ് പറഞ്ഞെടുത്ത് നിർത്താണ്. ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് പക്ഷേ ആ ചൂടിനെ അവഗണിച്ചും പരമാവധി വോട്ടർമാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 80 അടുത്തിട്ടുണ്ടായിരുന്നു മലപ്പുറത്തെ പോളിംഗ്. ഇത്തവണ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 11:49 വരുന്ന കണക്കനുസരിച്ച് 25.47% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുഞ്ചാക്കോ ബോബൻ ആലപ്പുഴയിൽ വോട്ട് ചെയ്യാനെത്തുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഷഹദ് റഹ്മാൻ, താങ്കൾ തുറന്നോളൂ. നമ്മൾ അദ്ദേഹത്തിന് ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം പ്രേക്ഷകർക്ക്. തുറന്നോളൂ. ഓക്കെ, തീർച്ചയായിട്ടും. എസ്കേൻ, ഇപ്പം മലപ്പുറത്ത് ആദ്യഘട്ടങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ ഈ മിഷൻ തകരാറിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതൊക്കെ തന്നെ പരിഹരിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത അനുസരിച്ച് പെരിന്തൽമണ്ണ PTM AUP സ്കൂളിലെ 12-ാം നമ്പർ ബൂത്തിൽ ഒരു കള്ളവോട്ട് നടന്നതായിട്ടുള്ള ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. പെരിന്തൽമണ്ണ സ്വദേശി ഫാത്തിമയുടെ വോട്ട് പോസ്റ്റൽ വോട്ടായി രേഖപ്പെടുത്തി എന്നുള്ള പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. ഈ പരാതിയെ തുടർന്ന് ഇവർക്ക് ടെൻഡർ വോട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഇനി മറ്റ് നടപടികൾ, അതായത് ഇപ്പോൾ ഇവരുടെ പോസ്റ്റൽ വോട്ട് ആരാണ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി പോലീസ് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു കള്ളവോട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. മറ്റ് സംഭവങ്ങളൊന്നും തന്നെ നിലവിലെ സാഹചര്യത്തിലില്ല. നല്ല രീതിയിലാണ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോളിംഗ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഉച്ചയോട് അടുക്കുന്ന സമയമാണ്, പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ജുമാ നമസ്കാരത്തിനൊക്കെ പോകുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഘട്ടം, അതായത് ഇനിയുള്ള 2-3 മണിക്കൂർ എന്ന് പറയുന്നത് ചെറിയ മന്ദഗതിയിലായിരിക്കും. പക്ഷേ പിന്നീട് വൈകുന്നേരത്തോടു കൂടി കൂടുതൽ ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത്തവണ പരമാവധി വോട്ടർമാരെ കണ്ടും അതുപോലെ തന്നെ വീടുകളിലും അതുപോലെ തന്നെ KMCCയുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ആളുകളെ ജില്ലകളിലേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഓരോ പാർട്ടിക്കാരും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ വൈകുന്നേരത്തോടു കൂടി ഇറങ്ങുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പോളിംഗ് ബൂത്തിൽ വലിയ രീതിയിലുള്ള തിരക്കില്ല. അതായത് ചെറിയ രീതിയിലുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള തിരക്കുകൾ മറ്റ് ബൂത്തുകൾ അപേക്ഷിച്ച് കാര്യമായിട്ടുള്ള തിരക്കുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഉള്ള ഈ ഒരു ഒന്നാമത് നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂട് കഴിഞ്ഞ് അല്ലെങ്കിൽ ജുമാ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, വോട്ട് ചെയ്ത് കഴിഞ്ഞതാണോ? അല്ല,
എങ്ങനെയുണ്ട് ചൂട്, അതുപോലെ വരി? നല്ല ചൂടാ, അത്യാവശ്യം തിരക്കുണ്ട്, കുഴപ്പമില്ല. അവിടെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർ സ്പീഡ് വളരെ കുറവാണ്, അതാണ് അങ്ങനെ മന്ദഗതിയാണ്. ഞാൻ പോളിംഗ് ഏജന്റാണ്. പൊന്നാനി മലപ്പുറത്ത് നിന്നാണല്ലേ മലപ്പുറം, അതെ, നമുക്കൊപ്പം ചേർന്നത്? മലപ്പുറത്ത് പോളിംഗ് കാര്യമായി നടക്കുന്നുണ്ട്. ഉണ്ട്. ശരാശരി എന്തായാലും ഉണ്ട്. എസ്കേൻ, ഇത് ആലത്തൂരില് 40 ഡിഗ്രിയാണ്. അതായത് ആലത്തൂരിലെ എരുമയൂരിൽ 11 മണിക്ക് 40.2 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അവിടെ കാഞ്ഞിരപ്പുഴയിൽ 40-ന് മുകളിലുണ്ട്. കുഞ്ചാക്കോ ബോബൻ ആവേശഭരിതനായിട്ട് വോട്ടൊക്കെ ചെയ്ത് പുറത്തേക്ക് വരികയാണ്. മനീഷ് മഹിവാല് അവിടെ ഈ പോളിംഗ് ബൂത്തിലുണ്ട്. ചിലപ്പോൾ മനീഷിന് കുഞ്ചാക്കോ ബോബനുമായിട്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം എന്തായാലും ബൂത്തിന് പുറത്തേക്കൊന്ന് വരട്ടെ, എഴുതിയൊക്കെ ഒപ്പിട്ട് കൊടുക്കൂ അല്ലേ? അതെ, മനീഷിന് കേൾക്കാമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് മനീഷിനോട് ചോദിക്കാം. പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ സംസാരിച്ചാൽ മതി. നമ്മൾ ആവേശം വേണ്ട അല്ലേ? അത് തിയേറ്ററിൽ കളിക്കട്ടെ ആ സിനിമ അല്ലേ? ഓക്കെ.